റെഡിയായി നിന്നിട്ട് എനിക്ക് ഫോൺ അടിക്കണേ. ഹായ് പറഞ്ഞോ കുട്ടി. ഇവ റെഡിയായാ? ഇവമോള് അവളുടെ ഹാൻഡ് ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് കുറച്ച് ടോയ്സും സ്നാക്സ് ഒക്കെ കുത്തി നിറയ്ക്കുന്നുണ്ട്. നമ്മളെ പെട്ടി ബാഗൊക്കെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ പലപ്പോഴായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ പിന്നെ എല്ലാം കൂടെ തിരക്കായി പോകും. അപ്പോൾ മുന്നേ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അത്യാവശ്യം ഡ്രസ്സുകളൊക്കെ മാത്രമേ ഇപ്പോൾ തലേ ദിവസമൊക്കെ ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ളൂ. പിന്നെ ഇനി കൊണ്ടാക്കാനായിട്ട് എയർപോർട്ടിലേക്ക് ഹസ്ബൻഡ് ബ്രദറാണ് വരുന്നത്. അപ്പോൾ ഏട്ടൻ എത്തിയിട്ടുണ്ട്. ആള് ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റിലാണ് കേട്ടോ. 1.5 വർഷമായി നാട്ടിൽ പോയിട്ട്. അപ്പം അമ്മമ്മേനെ അച്ഛമ്മേനെയൊക്കെ കാണാനുള്ള ഒരു ത്രില്ലിലാണ് നിൽക്കുന്നത്. പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ കാരണം ഇനി നമ്മൾ ഇറങ്ങാൻ നോക്കുകയാണ്. 1:20 ഫ്ലൈറ്റ്. ഒരു 10:45 ആകുമ്പോഴാണ് കേട്ടോ നമ്മൾ ഇറങ്ങണത്. നാട്ടിലേക്ക് പോകുമ്പോൾ ഇതുപോലെ ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടൊക്കെ പോകട്ടോ. തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോഴാവും കരഞ്ഞ് മെഴുകിയിട്ടാവും എല്ലാവരും വരുന്നുണ്ടാവുക. പെട്ടിയും ബാഗൊക്കെ കൂടെ വണ്ടിക്കകത്ത് കൊള്ളില്ലേന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഡിക്കിക്കകത്ത് പെട്ടിയൊക്കെ പോയി. പിന്നെ ബാക്കിയുള്ളതൊക്കെ സീറ്റിലൊക്കെ വെച്ച് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ് ചെയ്തത്. ഷാർജ എയർപോർട്ടിൽ നിന്നാണ് ഫ്ലൈറ്റ്. നമ്മൾ ഷാർജയിൽ നിന്നായ കാരണം ഒരു 15-20 മിനിറ്റിൻ്റെ ട്രാവലിംഗേ വരുന്നുള്ളൂ. നാട്ടിലേക്ക് പോകുമ്പോൾ എപ്പോഴും ഭയങ്കര ഹാപ്പി ആവട്ടോ. പക്ഷെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. കാരണം ആകെ 20 ദിവസത്തെ ലീവിനാണ് നമ്മൾ പോണത്. പിന്നെ മോളുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ അവിടെ നിന്ന് 20 ദിവസം കൊണ്ട് തിരിച്ച് വരേണ്ടത് ആലോചിക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇനി സെറ്റ് ആവാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഓൺലൈനായിട്ട് ബോർഡിംഗ് പാസ് ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള കൗണ്ടർ വേറെയാണ്. അപ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാണ്. സാധാരണ ഡയറക്റ്റായിട്ട് വന്ന് ബോർഡിംഗ് പാസ് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ഡിലേ ആയിരുന്നു ഓൺലൈനായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക്. അതുകൊണ്ട് അത് എടുത്തിട്ട് വലിയ കാര്യമൊന്നും ഉണ്ടായില്ല. ഫ്ലൈറ്റ് എയർ അറേബ്യയാണ്. 30 kg ബാഗേജും 10 kg ഹാൻഡ് ബാഗും വരുന്നുണ്ട്. നമുക്ക് അത്രയും വെയിറ്റ് ഒന്നും വരുന്നില്ല കേട്ടോ. 3 ആളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു ഹാൻഡ് ബാഗ് ഈ ബാഗേജിലിടാന്ന്. അങ്ങനെ ഇടണമെങ്കിൽ അത് റാപ്പ് ചെയ്യണം. ഞങ്ങളാണെങ്കിൽ പെട്ടി മാത്രമാണ് കേട്ടോ റാപ്പ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു ബാഗ് റാപ്പ് ചെയ്യാൻ വിചാരിച്ചിട്ടാണ് എയർപോർട്ടിൽ നിന്ന് ഇവിടുന്ന് റാപ്പ് ചെയ്യിക്കാം. ഒരു ബാഗ് റാപ്പ് ചെയ്യാനായിട്ട് 25 ദിർഹംസ് വന്നു കേട്ടോ. നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ റാപ്പ് ചെയ്ത് കൊണ്ടുവരികയാണെങ്കിൽ ആ ഒരു ചിലവുണ്ടാവില്ല. ഇവക്കുട്ടി കൈ പിടിച്ച് വരുന്ന ഈ അമ്മേനെ നമ്മൾ ഇവിടുന്ന് പരിചയപ്പെട്ടതാണ്. ഈ അമ്മയുടെ മോൻ നമ്മളുടെ അടുത്ത് ആക്കി തന്നതാണ് കേട്ടോ. ആള് നാട്ടില് കൊച്ചിയിലേക്കാണ്. അപ്പോൾ ഒന്ന് കൂടെ കൊണ്ടുപോകാന്ന് ചോദിച്ചതാണ്. യുവക്കുട്ടിക്ക് ആളെ ഭയങ്കര ഇഷ്ടമായി. കൂടെ തന്നെയായിരുന്നു. അതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. അവള് ഫുള്ള് നടന്നത് ഈ അമ്മയുടെ കൂടെ തന്നെയാണ്. ബീന എന്നാണ് കേട്ടോ പേര്. ആലപ്പുഴയാണ് വീട്. ഇനി നമ്മൾ ചെക്ക് ഇൻ ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിനിടയിൽ ഡ്യൂട്ടി ഫ്രീയിലൊക്കെ ഒന്ന് കയറി ഡ്രിങ്ക്സ് വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു. ഈ സ്ക്രീനിങ് ചെയ്യലാണ് കുറച്ചൊരു മെനക്കെട്ട് പിടിച്ച പണി. കാരണം നമ്മൾ ബെൽറ്റ്, അതുപോലെ ലാപ്ടോപ്പ്, ചാർജർ, ഫോണ് അതെല്ലാം നമ്മൾ എടുക്കേണ്ടി വരും. പിന്നെ ഗോൾഡ് ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് വെക്കുന്നതും കയറ്റി വെക്കുന്നതൊക്കെ ഒരു മെനക്കെട്ട് പിടിച്ച പരിപാടിയാണ്.
ഫ്ലൈറ്റ് എയർ അറേബ്യ ആയതുകൊണ്ട് ഇനി ഇവിടുന്ന് ബസ്സിൽ വേണം ഫ്ലൈറ്റിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട്. അപ്പോൾ അതിനായിട്ട് വെയിറ്റ് ചെയ്യാണ്. കുറച്ച് നേരമൊക്കെ നമ്മളോട് വെയിറ്റ് ചെയ്തു കേട്ടോ. ഇപ്പോൾ സെക്യൂരിറ്റിക്ക് വന്നിട്ട് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി ബസ്സിൽ കയറാനായിട്ട് ക്യൂ നിൽക്കുകയാണ്. ഞാനും ഏട്ടനും ആദ്യം ഇറങ്ങി. യുവക്കുട്ടി ബസ്സിൽ കയറിയതും ഇരുന്നതൊക്കെ ആ അമ്മയുടെ കൂടെയാണ്. അതുകൊണ്ട് തന്നെ അവളെ അമ്മയുടെ കൂടെ ഇറങ്ങി വരുന്നേ ഉള്ളൂ. ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഫ്ലൈറ്റിലും ഒരുമിച്ചല്ല, ആ അമ്മയുടെ സീറ്റ് മുന്നിലായിട്ടാണ് വരുന്നത്, നമ്മൾ ബാക്കിലാണ്. അപ്പം അമ്മ ഫ്രണ്ടിൽ കൂടെ കയറും, ഞങ്ങൾ ബാക്കിൽ കൂടെ കയറും. ഫ്ലൈറ്റിൽ കയറിയിരുന്നത് യുവക്കുട്ടി സ്നാക്സ് ഒക്കെ എടുത്ത് പുറത്തിട്ടുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്നാക്സ് ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ നാട്ടിൽ പോകുമ്പോൾ ഫ്ലൈറ്റിൽ കയറിയതും കണ്ടതൊന്നും യുവക്കുട്ടിക്ക് വലിയ ഓർമ്മയില്ല തോന്നുന്നുണ്ട്. ആള് ഇപ്രാവശ്യം കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു കേട്ടോ. ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടപ്പോഴൊക്കെ. ഫ്ലൈറ്റ് ഉച്ചയ്ക്കായ കാരണം നമുക്ക് ഫുഡ് ഉണ്ട്. പക്ഷേ ഞങ്ങൾക്കൊരു അബദ്ധം പറ്റി. ഞങ്ങൾ ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് പിന്നെ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഫുഡ് സെലക്ട് ചെയ്ത് മാറിപ്പോയി. ട്രാവൽസിൽ നിന്നാണ് ടിക്കറ്റ് ചേഞ്ച് ചെയ്തത്. അപ്പോൾ അവർക്ക് അറിയുന്നുണ്ടായിരുന്നില്ല നമ്മൾ വെജാണ് ഇപ്പോൾ കഴിക്കുന്നത്. മലയ്ക്ക് പോകാൻ നോലുമ്പുള്ള കാരണം വെജായിരുന്നു ഫുഡ് ആദ്യം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവരത് മാറിയിട്ട് നോൺ വെജ് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റില്ല. നമുക്ക് പിന്നെ വേണമെങ്കിൽ ഫുഡ് വാങ്ങി കഴിക്കാം. പിന്നെ വാങ്ങി കഴിക്കുകയും ചെയ്തില്ല. യുവക്കുട്ടിക്ക് ഇഡലി പിന്നെ പഴം അതൊക്കെ നമ്മൾ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ച് ഞങ്ങളോടെ ഇരുന്ന് ഒരു മൂവി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇരുന്ന് കണ്ട് യുവക്കുട്ടിയാണ് കിടന്ന് ഉറങ്ങുകയും ചെയ്തു. പിന്നെ ഫുഡിൻ്റെ ആവശ്യം വന്നില്ല കേട്ടോ. സാധാരണ ടേക്ക് ഓഫിലും ലാൻഡിങ്ങിലൊന്നും അങ്ങനെ പ്രശ്നങ്ങളൊന്നും തോന്നാറില്ല. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല, നല്ല ചെവി വേദന ആയിരുന്നു കേട്ടോ. ഒരു ചെവി അടയുന്ന പോലെയൊക്കെ തോന്നാറുള്ളൂ. ഇത്തവണ ഭയങ്കര ചെവി വേദന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. ഇപ്പോൾ കുട്ടി കരച്ചിലൊക്കെ തുടങ്ങി. പിന്നെ വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ലാൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ ആയി, വേദന കുറഞ്ഞു വന്നു. ചിലവർക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. പക്ഷേ ഇത്തവണയാണ് ഞാനത് ഫീൽ ചെയ്തത്. ഭയങ്കര പെയിനായിരുന്നു. കൊച്ചിയിൽ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് ഫോർമാലിറ്റീസ് ഒന്നുമില്ല. ഒന്ന് പാസ്പോർട്ട് സ്കാൻ ചെയ്യാൻ മാത്രമേ ഉള്ളൂ. ഫസ്റ്റിലൊക്കെ ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും എന്താ ചെയ്യാന്നൊക്കെ. ഞാൻ ഫസ്റ്റ് വന്നതും പോയതും ഒക്കെ ടെൻഷൻ തന്നെയാണ്. പക്ഷേ അന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എന്താ ചെയ്യുക എന്നൊക്കെ ഉള്ളത്. ഇപ്പോൾ ഇവിടെ കൊച്ചിയിൽ പ്രത്യേകിച്ച് ചെക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമ്മളിവിടെ വന്നു, ജസ്റ്റ് പാസ്പോർട്ട് ഒന്ന് സ്കാൻ ചെയ്യലൊക്കെ കഴിഞ്ഞിട്ട് ഇനി ബാഗേജ് കളക്ട് ചെയ്യാനായിട്ട് പോവുകയാണ്.
നമ്മളെ പെട്ടി കണ്ടുപിടിക്കലാണ് ഏറ്റവും വലിയ ടാസ്ക്. പെട്ടിയൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോഴേ കുറച്ച് കളർഫുള്ളായിട്ട് നോക്കി മേടിക്കുക നല്ലത്. പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് ഞങ്ങളുടെ പെട്ടി ഒരെണ്ണം പച്ച, ഒരു പിങ്ക്, പിന്നെ ഒരു ബ്ലൂ ആണ്. ബ്ലൂ ഒക്കെ കോമൺ ആണ്, എല്ലാവരും ഉണ്ടാവും. പിന്നെ ഒരു ബാഗ് അത് റാപ്പ് ചെയ്ത കാരണം അതിൻ്റെ മുകളിൽ പേരൊന്നുമില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കാനാണ് കുറച്ച് പണി. പക്ഷെ അത് റാപ്പ് ചെയ്തപ്പോൾ ഏതാണ്ട് ഒരു ബോംബ് പോലെ ആയിട്ടുണ്ട്. ഈ അമ്മയുടെ പെട്ടികളൊക്കെ പെട്ടെന്ന് കിട്ടിയിട്ടോ, ആദ്യം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ പെട്ടെന്ന് എടുത്ത് വെച്ചു. പിന്നെ ഞങ്ങളുടെ പെട്ടിയാണ് വരാനായിട്ട് ലേറ്റ് ആയത്. ഇവമോളാണെങ്കിൽ അമ്മേനെ വിടുന്നുണ്ടായിരുന്നില്ല. അവൾ കരച്ചിലായിട്ട് അമ്മേനെ വെയിറ്റ് ചെയ്തിട്ട് ഹസ്ബൻഡ് പുറത്ത് നിൽക്കുന്നുണ്ട്, ഞാൻ പോകാട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവള് സമ്മതിക്കാതെ കരഞ്ഞിട്ട് ആ അമ്മയ്ക്കും പോകാൻ പറ്റില്ല. ഞങ്ങളെ പെട്ടിയൊക്കെ കിട്ടുന്നവരെ അവരും അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഇപ്പൊ നാട്ടിൽ പോകുമ്പോൾ ടാക്സി വിളിച്ചിട്ടാണ് പോവാറ്. അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ആരോടും വരാൻ പറയാറില്ല. ഇവിടെ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് എയർപോർട്ട് ടാക്സി ബുക്ക് ചെയ്യും, അങ്ങനെയാണ് പോവാറ്. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത വണ്ടി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇവിടെ നിന്ന് ഒരു 2.5-3 മണിക്കൂറിൻ്റെ ട്രാവലിംഗ് വരുന്നുണ്ട്. ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്താൻ എന്തായാലും ഒരു 3 മണിക്കൂർ എടുക്കും. നമ്മൾ പോകുന്ന വഴിയിലൊരു പള്ളി പെരുന്നാൾ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരുവിധം വീടുകളിലും ഒക്കെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. വീട്ടിലേക്ക് എത്താനാണ് ശരിക്കും പാടുപെട്ടത്. എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് കുറേ എന്താ പറയുക, റോഡൊക്കെ പല സ്ഥലങ്ങളിലും നല്ല മോശമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടയിലൊക്കെ ചാടി കണ്ട് എത്തുമ്പോഴും ഒരേ സമയം എടുത്ത്. മോൾക്കാണെങ്കിൽ ഫ്ലൈറ്റിൽ നിന്ന് ഉറപ്പൊക്കെ കഴിഞ്ഞിട്ട് കാറിൽ നിന്ന് ഉറങ്ങുന്നുമില്ല. പിന്നെ ഫുള്ള് ഡിസ്റ്റർബ് ചെയ്യൽ തന്നെയായിരുന്നു. ഇത് നമ്മളുടെ വീട്ടിലേക്കുള്ള വഴിയാണ്, നമ്മളുടെ നാടാണത്, നമ്മളുടെ ആൾക്കാരാണെന്നുള്ളതൊക്കെ ഇവിടെ കാണുമ്പോൾ ഒരു സന്തോഷമാണ്. കാരണം കുറച്ച് കഴിഞ്ഞിട്ട് നമ്മളോട് വരുമ്പോൾ സ്വന്തം നാടെത്തി എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാവുമല്ലോ. പിന്നെ വീട്ടിലേക്ക് അങ്ങനെ പോയിട്ട് ഇടിച്ച് കയറാനൊന്നും പറ്റില്ല, നൂലുമ്പുള്ള കാരണം. ചെന്ന് ആരെയും തൊടാതെ പോയി കുളിച്ചിട്ടൊക്കെ വേണം വീട്ടിൽ കയറണമെങ്കിലൊക്കെ. അതുകൊണ്ടൊരു സ്നേഹപ്രകടനമൊന്നും ഉണ്ടാവില്ല. വീടെത്തി, ഇതാണ് ഞങ്ങളുടെ വീട്. കാണാനുണ്ടാവില്ല അധികം, രാത്രിയായ കാരണം അത്ര വെളിച്ചൊന്നുമില്ല. വണ്ടി വന്നത് കണ്ടപ്പോൾ അച്ഛൻ്റെ അന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് ഉറങ്ങിയിട്ട് വീട്ടിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. കുട്ടീനെ എടുക്കാൻ വിളിച്ചിട്ട് പോകണമെന്നില്ല, എന്നെ തൊടണ്ടാന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ആൾക്കറിയാലോ ഇപ്പോൾ തൊടാൻ പാടില്ല എന്നുള്ളത്. അതുകൊണ്ട് പിന്നെ അടുത്തേക്കൊന്നും പോകണില്ല. ഇനി കുളിച്ച് വീട്ടിൽ കയറാൻ നോക്കട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.